This is 24. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ബിഗ് ഫൈറ്റിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ സാങ്കേതിക വിദ്യ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നല്ല വിർച്വൽ സ്റ്റുഡിയോയിൽ ഒന്നാണ് 24 ഇത് കൊച്ചിയിലെ കാക്കനാടാണ്. ഇന്ന് ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ എന്നൊരു സംവിധാനത്തെക്കുറിച്ച് IB ഈഡനുമായ ഒരു അഭിമുഖത്തിൽ ഞാൻ നിങ്ങളോട് പറയുണ്ടായി. IB ഈഡനെ അങ്ങനെയാണ് അഭിമുഖം ചെയ്തതും. എന്നാൽ ഇന്ന് 2 രാഷ്ട്രീയ നേതാക്കന്മാരെ ഒന്നിച്ചു കൊണ്ടുവന്ന് വിർച്വൽ സ്റ്റുഡിയോയിൽ ഞങ്ങൾ TTS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ എന്ന സംവിധാനം വഴി ഞങ്ങൾ എൻ്റെ ഇടത്തും വലത്തും നിർത്തി സംസാരിപ്പിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ആരംഭിക്കുന്നു TTS ബിഗ് ഫൈറ്റ്. ഇന്ന് ഈ സംവിധാനം ഉപയോഗിച്ച് എൻ്റെ ഇടത്തും വലത്തും വളരെ വിദൂരമായ, അതായത് തിരുവനന്തപുരത്തും കോഴിക്കോടും നിൽക്കുന്ന 2 രാഷ്ട്രീയ നേതാക്കന്മാർ എൻ്റെ ഇടത്തും വലത്തും നിന്ന് സംസാരിക്കാൻ പോവുകയാണ്. ആ കാര്യമാണ് ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം ഉപയോഗിച്ച് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്തുള്ള ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ, കിഴക്കേക്കോട്ടയിലുള്ള ഞങ്ങളുടെ ശ്രീബാല സ്റ്റുഡിയോയിൽ ഇന്ന് CPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാനം രാജേന്ദ്രൻ അദ്ദേഹം എത്തിയിട്ടുണ്ട്. ശ്രീ കാനം രാജേന്ദ്രൻ വരികയാണ് സ്റ്റുഡിയോയിലേക്ക്. പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും, അദ്ദേഹം നിൽക്കുന്നത്, ശ്രീ കാനം രാജേന്ദ്രൻ നിൽക്കുന്നത് തലസ്ഥാന നഗരിയിലെ ഞങ്ങളുടെ സ്റ്റുഡിയോയിലാണ്. ഞാൻ നിൽക്കുന്നത് കൊച്ചിയിലെ കാക്കനാട്ടുള്ള ഞങ്ങളുടെ വിർച്വൽ സ്റ്റുഡിയോയിലാണ്. ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ എന്ന സംവിധാനത്തിലൂടെ ശ്രീ കാനം രാജേന്ദ്രൻ എൻ്റെ അരികിലേക്ക്, കാക്കനാട് എൻ്റെ വിർച്വൽ സ്റ്റുഡിയോയിലേക്ക് വരികയാണ്. കാനം രാജേന്ദ്രൻ, നമസ്കാരം. അങ്ങ് ഇങ്ങനെ ഒരു സംവിധാനം ഉപയോഗിച്ചൊരു പക്ഷേ എൻ്റെ അടുത്ത് വരുമെന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ച് കാണത്തില്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയ തീരുമാനങ്ങളുടെ നടുക്ക് നിൽക്കുകയും ഒരുപാട് തിരക്കൾക്ക് നടുവിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരാളെ ഇങ്ങനെ ഒരു സാങ്കേതിക സാധ്യതയിലൂടെ പരീക്ഷിക്കാൻ അവസരം കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു. ഞാൻ വേറെ രീതിയിൽ ചോദിച്ചാൽ, ഇന്ന് അങ്ങ്, എനിക്കറിയാം, അങ്ങ് ദൂരദർശനിലെ ഒരു റെക്കോർഡിംഗ് കഴിഞ്ഞ് നേരെ വരികയാണ്. അങ്ങയുടെ നാളുകളൊക്കെ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം വളരെ തിരക്ക് പിടിച്ച നിമിഷങ്ങളിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് അങ്ങയുടെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചിട്ടുള്ളത്? ഇല്ല, ഇത് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് മുതൽ ഉള്ളൊരു പൊതുശൈലി തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തിരഞ്ഞെടുപ്പാകുമ്പോൾ തിരക്ക് വർദ്ധിക്കും. അതിനനുസരിച്ച് പരമാവധി സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങ് ഒരു നിമിഷം നിൽക്കുക. ഇന്ന് നമുക്ക് അങ്ങയുടെ ഈ ബിഗ് ഫൈറ്റിൽ അങ്ങയുടെ ഏറ്റുമുട്ടാനായിട്ട് വരുന്നത് T സിദ്ദിഖാണ്. കോഴിക്കോട് DCC പ്രസിഡന്റ് T സിദ്ദിഖാണ്. സിദ്ദിഖിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം, അദ്ദേഹം കോഴിക്കോട് DCC പ്രസിഡന്റ് മാത്രമല്ല, AICC പ്രസിഡന്റായ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാനായി വയനാട്ടിൽ തൻ്റെ സീറ്റ് ഒഴിഞ്ഞു കൊടുത്ത് രക്തസാക്ഷിത്വം വഹിച്ച രാഷ്ട്രീയ നേതാവാണ്. വേറെ ഇതിൽ പറഞ്ഞാൽ ശ്രീ T സിദ്ദിഖ് നമ്മുടെ കോഴിക്കോട്ടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ശ്രീ സിദ്ദിഖ് വരികയാണ് സ്റ്റുഡിയോയിലേക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, T സിദ്ദിഖ് വന്നിരിക്കുന്നത് കോഴിക്കോട്ടെ ഞങ്ങളുടെ 24 വിർച്വൽ സ്റ്റുഡിയോയിലാണ്. ഞാൻ നിൽക്കുന്നത്
കൊച്ചിയിലെ ഞങ്ങളുടെ വിർച്വൽ സ്റ്റുഡിയോയിലാണ്. ശ്രീ കാനം രാജേന്ദ്രൻ, CPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രൻ എൻ്റെ അരികിലുണ്ട്. ഇപ്പോൾ ഇനി ടി സിദ്ദിഖിനെ കൂടി കൊണ്ടുവന്നാൽ നമ്മുടെ ബിഗ് ഫൈറ്റ് നമുക്ക് ആരംഭിക്കാം. ശ്രീ ടി സിദ്ദിഖ് എൻ്റെ കൊച്ചിയിലെ സ്റ്റുഡിയോയിലേക്ക് വരികയാണ്, കാക്കനാട്ട്. നമസ്കാരം ശ്രീ സിദ്ദിഖ്, താങ്കൾ വന്നത് വളരെ സന്തോഷം. എൻ്റെ ഒരു വശത്ത് കാനം രാജേന്ദ്രനും മറുവശത്ത് ടി സിദ്ദിഖുമാണ്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ആര് വീഴും, LDFിനാണോ മുൻതൂക്കം, UDFിനാണോ മുൻതൂക്കം? ഞാൻ ശ്രീ സിദ്ദിഖിൽ നിന്ന് തുടങ്ങും. സിദ്ദിഖ്, ഈ യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയാം, കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും, ഇന്ത്യയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും പോലെ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പരമാവധി ചൂടിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ താങ്കൾക്ക്, പ്രത്യേകിച്ചും താങ്കൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സ്ഥാനമൊഴിഞ്ഞിട്ട് മണ്ഡലം ഉപേക്ഷിച്ചിട്ട് ദേശീയ ശ്രദ്ധ നേടിയിരിക്കുന്ന ഈ വേളയിൽ ആരായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോവുക ഇപ്പോഴത്തെ ഒരു പോക്കനുസരിച്ച്? സിദ്ദിഖ് പറഞ്ഞോളൂ. ഒന്ന്, കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ UDFന് അനുകൂലമായി പാകപ്പെട്ട് രൂപപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. രാഷ്ട്രീയപരമായി നരേന്ദ്രമോദി ഗവൺമെൻറ് താഴെ ഇറക്കണം എന്നുള്ള ഉത്കടമായിട്ടുള്ള ജനാധിപത്യ അഭിലാഷം കേരളത്തിൻ്റെ പൊതുസാമൂഹ്യ ബോധം മുഴുവൻ വെച്ചു പുലർത്തുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന സവിശേഷത. അപ്പം മോഡിയെ താഴെ ഇറക്കുമ്പോൾ അതിനുള്ളതായിരിക്കുന്ന ബദൽ ഓപ്ഷൻ ആര് എന്നുള്ളതാണ്. അതിൽ ഇന്ത്യ രാജ്യത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഉത്തരവാദിത്തം വഹിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൃത്യതയാർന്ന് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. അവിടെ ഇടതുപക്ഷത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതായിരിക്കുന്ന രാഷ്ട്രീയ ബോധം വളരെ കൃത്യതയോടുകൂടി ഈ കേരളത്തിലെ പ്രബുദ്ധ ജനാധിപത്യ വിശ്വാസികൾക്കുണ്ട്. അതുകൊണ്ട് ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് നാഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ കോൺഗ്രസിന് അനുകൂലമായി രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതലം രൂപപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഒന്ന്. രണ്ടാമത്തത്, മെജോറിറ്റിയും മൈനോറിറ്റിയും എല്ലാ സെഗ്മെൻറ്റും വിവിധ കാരണങ്ങളാൽ രണ്ട് ഗവൺമെൻറ്റുകൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഭരണവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഒന്നിച്ചു രൂപപ്പെട്ട് കിടക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള സാഹചര്യവും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ താങ്കളിലേക്ക് വരാം. ഒരു നിമിഷം, ഞാൻ ശ്രീ കാനത്തിനോട്, ശ്രീ കാനം, താങ്കൾക്കറിയും പോലെ ദേശീയ തലത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ വീഴ്ത്തുക, അല്ലെങ്കിൽ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും ഇനി ഒരിക്കലും അധികാരത്തിൽ വരാതിരിക്കാൻ ശ്രമിക്കുക എന്നാണല്ലോ ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെയും പ്രതിപക്ഷ കക്ഷികളുടെയും ഒക്കെ മുഖ്യ ലക്ഷ്യം. ആ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത്. അത് തീരെ ശരിയായില്ല എന്ന അഭിപ്രായക്കാരാണ് നിങ്ങൾ ഇടതുപക്ഷക്കാരെന്നറിയാം. പ്രത്യേകിച്ച് ടി സിദ്ദിഖ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ശ്രീ കാനം, താങ്കൾക്ക് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം എന്ന കാര്യത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികൾക്ക് പൊതുവിൽ യോജിപ്പുള്ള സാഹചര്യമാണ്. അത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് രാംനാഥ് കോവിന്ദിനെതിരെ കോൺഗ്രസിൻ്റെ മീരാ കുമാർ സ്ഥാനാർത്ഥിയായത് 17 രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടെയാണ്. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പായപ്പോൾ അത് 18 പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണിയായി. പിന്നീട് അത് 21 രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ഡൽഹി റാലി നടത്തിയത്. അതിനുശേഷം ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത പ്രതിപക്ഷ കക്ഷികളുടെ റാലിയിൽ അത് 23 പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളായി. പക്ഷേ ആ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ഐക്യം അനുക്രമമായ വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉള്ളത്. സ്വാഭാവികമായും കോൺഗ്രസ് ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ ആ ലക്ഷ്യം നേടുന്നതിന് എല്ലാ പാർട്ടികളെയും സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം വളരെ അപക്വമായ രാഷ്ട്രീയ നിലപാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനിടയിൽ ഒന്ന് ചോദിച്ചോട്ടെ. അതായത് എന്തായാലും താങ്കൾക്ക് അറിയും പോലെ
നിങ്ങളുടെ കാൻഡിഡേറ്റിനോടാണ് ഇനി രാഹുൽ ഗാന്ധി ഏറ്റുമുട്ടാൻ പോകുന്നത്. അവിടെ ജയിക്കാനുള്ള ഒരു സാധ്യത രാഹുൽ ഗാന്ധിയുടെ വരവോടെ നഷ്ടമായി എന്ന ആശങ്ക CPI നേതാവെന്നുള്ള നിലയിൽ അങ്ങേ തളർത്തുന്നുണ്ടോ? ഒരാശങ്കയുടെയും പ്രശ്നമില്ല. കേരളത്തിലെ 20 സീറ്റുകളിൽ LDF മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാണ്. 2004 ഒരു തിരഞ്ഞെടുപ്പിൻ്റെ അനുഭവം സിദ്ദിഖിന് ഓർമ്മയുണ്ടാവും. ഒരു ഖദറിട്ട കോൺഗ്രസ്സുകാരനും ഡൽഹിയിലേക്ക് പോയില്ല അന്ന്. കേരളത്തിൽ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ 2004 ആവർത്തിക്കും. അത് UDFൻ്റെ സ്ഥാനാർത്ഥി ആരാണെങ്കിലും അത് ആവർത്തിക്കും എന്നതാണ് സത്യം. ഒരു സെക്കൻഡ് കാനം സഖാവ്, ഒരു സെക്കൻഡ്. സിദ്ദീഖ്, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഒരു ഖദറുകാരനും പോലും 2004 ഡൽഹിക്ക് കയറിയില്ല. അതേപോലെ ഒരു അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കാനം സഖാവ് പറയുന്നത്. ആ ബഹുമാന്യനായ കാനം പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ്. എന്നേക്കാൾ നല്ലപോലെ അനുഭവ സമ്പത്തും നേതൃവൈഭവവും ഉള്ളതായിരിക്കുന്ന രാഷ്ട്രീയ നേതാവാണ്. നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് കാനം സഖാവ് കാര്യം പറയാതിരിക്കില്ല കേട്ടോ. അല്ല ആത്മവിശ്വാസവും അമിത ആത്മവിശ്വാസത്തിലേക്ക് എത്തി ബഹുമാന്യനായിരിക്കുന്ന ശ്രീ കാനം സംസാരിക്കുമ്പോൾ ഞാൻ ഇന്ത്യ രാജ്യത്തും കേരളത്തിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അഭിപ്രായ സർവേകളിലും ഒരു ഭാഗത്ത്, ആ അഭിപ്രായ സർവേകൾക്ക് അപ്പുറത്ത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു കൃത്യമായിട്ടുള്ള മനോഗതിയെ തിരിച്ചറിയാൻ സാധിക്കാതെ ഇവരൊക്കെ സംസാരിക്കുന്നു എന്നുള്ളത് വളരെയധികം ഒരു രാഷ്ട്രീയത്തിലെ തന്നെ ഒരു ആശ്ചര്യമായി അതൊക്കെ നിലനിൽക്കുകയാണ്. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് വടക്കൻ മേഖലകളിൽ മുഴുവൻ തകർക്കപ്പെട്ട സന്ദർഭത്തിൽ, കോൺഗ്രസ് തകർന്നു പോയ സന്ദർഭത്തിൽ കേരളത്തിൽ മുഴുവൻ സീറ്റുകളും അടിച്ചെടുത്ത് കടന്നു വന്നതായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ചരിത്ര സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ കോൺഗ്രസിന് 2020 UDFന് അനുകൂലമായി ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുകൂല സാഹചര്യം കാസർഗോഡ് കടന്നപ്പള്ളി ജയിച്ചതുപോലെ, അന്ന് ജയിച്ചതുപോലെ അതുപോലെയുള്ളതായിരിക്കുന്ന ഈ കേരളത്തിലെ എല്ലാ സീറ്റുകളും UDF ജയിക്കുന്ന ഏറ്റവും നല്ല അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നു. ശ്രീ കാനം, സിദ്ദീഖിൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ 20 മണ്ഡലങ്ങളിലും UDF ജയിക്കും, ഇടതുപക്ഷ മുന്നണി 20 മണ്ഡലങ്ങളിലും പരാജയപ്പെടും. പുള്ളിക്ക് വളരെ ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന കാര്യത്തിൽ. ശ്രീ കാനം, താങ്കളുടെ അഭിപ്രായം കേട്ടാൽ എനിക്കൊന്ന് സിദ്ദീഖിനോട് മറുപടി ചോദിക്കാം. ഇല്ല, ഈ 70ലെയും 77ലെയും തിരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൻ്റെ കാര്യം സിദ്ദിഖ് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. 70കളിലെ കോൺഗ്രസ് അല്ല 2019 കോൺഗ്രസ്. സിദ്ദിഖിൻ്റെ കോൺഗ്രസ് എത്ര ശോഷിച്ചു എന്ന് നമുക്കറിയാം. 70കളിൽ കേരളത്തിലെ പാർലമെൻറ്റിലേക്ക് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ നിന്നു. അന്ന് എനിക്ക് എൻ്റെ സംശയം എന്താ അറിയാമോ, അതായത് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് സിദ്ദിഖ് ഒഴിഞ്ഞു കൊടുത്ത ആ മണ്ഡലത്തിലേക്ക് വന്ന് കയറി കഴിഞ്ഞപ്പോൾ കേരളത്തിൽ മുഴുവൻ ഈ കോൺഗ്രസ്സുകാർക്ക് ഒരു ഓക്സിജൻ കിട്ടിയതുപോലെയുണ്ട്. എന്നാൽ ഒരു ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ ഇടതുപക്ഷത്തിനുള്ളതുപോലെയുണ്ട്. അങ്ങനെ ഉണ്ടായിട്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ രാജീവ് ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ മാതാവും രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ മാതാവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഉത്തർപ്രദേശിലായിരുന്നു. 80 സീറ്റുണ്ട് അവിടെ. അവർ വന്നതുകൊണ്ട് സീറ്റെല്ലാം ജയിക്കുമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് 72 സീറ്റ് അന്ന് BJP ജയിച്ചത്? നിങ്ങളുടെ ഒരു ആത്മവിശ്വാസത്തെ ഇത് തകർത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ. കാരണം ഇടതുപക്ഷം വലിയ പ്രതീക്ഷയായിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരില്ല. ആത്മവിശ്വാസവും തകർത്തില്ല. ഞങ്ങൾക്ക് ഒരാത്മവിശ്വാസവും തകർന്നിട്ടില്ല. വയനാട്ടിലെ മണ്ണിൽ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണ്. അത് ഇന്ന് വയനാട്ടിലെ ആ നിയോജക മണ്ഡലത്തിലെ 3-4 നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ അവിടെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. വലിയ പ്രവർത്തനങ്ങൾ. ഇന്ന് നടന്ന പ്രകടനത്തെ കുറിച്ചാണോ താങ്കൾ പറയുന്നത്? അല്ല, രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നല്ലോ. അത് വെച്ച് നമുക്ക് അളക്കാൻ പറ്റുമോ ഈ തെരഞ്ഞെടുപ്പിനെ? അല്ല, അത് ഞങ്ങളങ്ങ് ആത്മവിശ്വാസം തകർന്നു പോയെങ്കിൽ അങ്ങനെ ആൾ വരാൻ പാടില്ലല്ലോ. അപ്പോൾ ഒരു സെക്കൻഡ് സിദ്ദീഖ്, താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ, അതായത് നിങ്ങൾ ജയിച്ചാലും CPI ജയിച്ചാലും CPM ജയിച്ചാലും ദേശീയ തലത്തിൽ നരേന്ദ്രമോദിക്കെതിരെയാണ് നിങ്ങളുടെ നിലപാട്.
അപ്പോൾ അവിടെ വോട്ട് ചെയ്യാൻ പോകുന്ന രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാനായിരിക്കും. എങ്കിൽ പിന്നെ ഇവിടെ കിടന്ന് അടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ജനങ്ങൾ ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അല്ല, അതിൽ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി അൻവർ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈട്ടിക്ക് അനുകൂലമായി നിങ്ങൾ വോട്ട് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ എനിക്ക് ചെയ്യണം, ഞാൻ അവിടെ പോയി രാഹുൽ ഗാന്ധിക്ക് ചെയ്തോളാം എന്ന്. അപ്പോൾ വയനാട്ടിലെ സ്ഥാനാർത്ഥിയാണെങ്കിലും മറ്റുള്ള സ്ഥാനാർത്ഥിയാണെങ്കിലും രാഹുൽ ഗാന്ധിക്ക് അവിടെ പോയി വോട്ട് ചെയ്യാൻ ഡയറക്റ്റ് വോട്ട് ചെയ്താൽ മതിയല്ലോ. പിന്നെ എന്തിനാ ഇവിടുന്ന് എതിർത്ത് അവിടെ പോയി അനുകൂലിക്കുന്നത്? തമിഴ്നാട്ടിൽ ഒന്നിച്ചാണല്ലോ. അപ്പോൾ ഇവിടെ ആ അനുകൂലിക്കാനുള്ളതായിരിക്കുന്ന ആ രാഷ്ട്രീയപരമായിട്ടുള്ള ഉത്തരവാദിത്തം എടുത്തങ്ങ് പോയാൽ മതി. അപ്പൊ കോൺഗ്രസിന് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ഡൽഹിക്ക് വിടണമെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കക്ഷികൾക്കും അവരുടേതായിരിക്കുന്ന പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ നിലപാടും സ്ട്രാറ്റജീസും ഉണ്ടാകും. ശ്രീ കാനം, അതായത് നിങ്ങൾ ഒരു റീജിയണൽ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസിന് വേണ്ടി നടത്തുന്ന ഒരു സ്ട്രഗിൾ പോലെയാണ് സിദ്ദിഖ് ഇതിനെ വീക്ഷിക്കുന്നത്. കാര്യം ഡൽഹി പോയ രണ്ടുപേരും ഒരാൾക്ക് വേണ്ടി കൈവക്കേണ്ടി വരും. കുറച്ചുകൂടിയൊക്കെ സീരിയസ് ആയിട്ട് രാഷ്ട്രീയത്തെ കാണുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചർച്ചയിൽ ഇപ്പോൾ അങ്ങനെ ഒക്കെ ഒരു അഭിപ്രായം പറയാൻ പറ്റൂ. കുറച്ചുകൂടി ഗൗരവമായിട്ട് രാഷ്ട്രീയത്തെ കാണാം. പറഞ്ഞോളൂ, അങ്ങ് പറഞ്ഞോളൂ ശ്രീ കാനം, അങ്ങ് പറഞ്ഞോളൂ. കുറച്ച് ഗൗരവമായിട്ട് കാണുമെന്നുണ്ടെങ്കിൽ ഇവിടെ BJPക്ക് വയനാട് പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ NDAക്ക് കഴിഞ്ഞ തവണ കെട്ടിവെച്ച പണം നഷ്ടപ്പെട്ടതാണ്. ഒരു നിയോജക മണ്ഡലം. അതെ. അവിടെയാണ് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിനെതിരെ രാഹുൽ ഗാന്ധി വന്നു നിൽക്കുന്നത്. അതെന്ത് സന്ദേശമാണ് നൽകുന്നത്? അപ്പോൾ അതൊക്കെ വളരെ ഗൗരവമായിട്ട് കോൺഗ്രസ്സിലെ തന്നെ നിരവധി ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നമായതുകൊണ്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. അല്ല കാനം സഖാവി, വേറെ കാര്യം ചോദിച്ചാലേ, അതായത് 20 UDF മണ്ഡലങ്ങളും 20 LDF മണ്ഡലങ്ങളും സംസ്ഥാനത്തുണ്ട്. അപ്പോൾ ഈ 20 മണ്ഡലങ്ങളിൽ ഒരു തലമുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു മുൻനിരയിൽ നിൽക്കുന്ന നേതാവ് എന്ന നിലയിൽ അങ്ങ് അനലൈസ് ചെയ്യുമ്പോൾ പൊതുവേ ഒരു കാറ്റ് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? നിശ്ചയമായിട്ടും. എന്തുകൊണ്ടായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയത്തിൻ്റെ അന്തരീക്ഷം. നരേന്ദ്രമോദി സർക്കാരിൻ്റെ 5 വർഷക്കാലത്തെ ജനദ്രോഹ നയങ്ങൾക്ക് എതിരാണ് കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയ അന്തരീക്ഷം. ആ സർക്കാരിനെ അതിൻ്റെ വർഗീയത ഉൾപ്പെടെ മതനിരപേക്ഷത തകർക്കുന്ന നിലപാടുകളെ ചെറുക്കാൻ കേരളത്തിൻ്റെ മണ്ണിൽ കഴിയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് എന്ന് അറിയാം. അങ്ങയുടെ അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നാൽക്കവലയിൽ നിൽക്കുമ്പോൾ ഈ UDFകാർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധി എന്താണ് അങ്ങയുടെ നിരീക്ഷണത്തിൽ? രാഷ്ട്രീയ ദിശാബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു UDFന് എന്നറിയാം എന്നതാണ്. ഇപ്പം മധ്യപ്രദേശിലെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു സെക്കൻഡ് സഖാവേ, സിദ്ദിഖ്, കാനം സഖാവ് പറഞ്ഞു കേട്ടല്ലോ, നിങ്ങൾക്കൊരു രാഷ്ട്രീയ ദിശാബോധം തന്നെ നഷ്ടപ്പെട്ടു പോയെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം. അതായത് നിങ്ങൾ പറയുന്നതിനകത്ത് എന്തോ ഒരു രാഷ്ട്രീയ ലോജിക്കില്ലായ്മ ഉണ്ടോ എന്ന് പൊതുജനങ്ങൾ ചിലപ്പോൾ സംശയിക്കുന്നുണ്ടാവും. ബഹുമാന്യനായ കാനം രാഷ്ട്രീയപരമായി അനുഭവ സമ്പത്തുള്ള ആളാണെങ്കിലും പറയുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ഒരു ഗൗരവം, രാഷ്ട്രീയത്തിൻ്റെ ഗൗരവം കേരളത്തിൻ്റെ ഒരു പ്രാദേശിക പശ്ചാത്തലത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മാത്രം ദേശീയ രാഷ്ട്രീയത്തെ കാണുന്നോ എന്നുള്ളതായിരിക്കുന്ന ഒരു സന്ദേഹം ആദ്യം തന്നെ പങ്കുവെക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ക്ഷോഭിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. കേരളം വിട്ടുകഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചുകൊണ്ടാണ് അവരുടെ ബാഡ്ജിൽ, അവരുടെ ബോർഡുകളിൽ, ബാക്ക്ഡ്രോപ്പുകളിൽ എല്ലാം രാഹുൽ ഗാന്ധിയുടെ ബോർഡ് വെച്ചുകൊണ്ടാണ് അവർ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്, വോട്ട് പിടിക്കുന്നത്. അവിടെ അതാവാം, അതിന് കുഴപ്പമില്ല. കേരളത്തിൽ വയനാട്ടിലേക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധി എന്തോ വലിയതായിരിക്കുന്ന ഒരു അലർജിയാണ്. അവിടെ കാനം ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, അതായത് ദേശീയ തലത്തിൽ നരേന്ദ്രമോദി രാഷ്ട്രീയത്തെ എതിർക്കുന്ന രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി മെനഞ്ഞെടുത്തു വരുന്ന പ്രതിപക്ഷ കക്ഷികൾ വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അത് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം എന്താണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിനകത്ത് അത് ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനാധിപത്യവാദികളായ പല ആളുകളും ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരുപക്ഷെ ജനങ്ങളോട് മറുപടി പറയാൻ പ്രയാസപ്പെടുന്ന ഒരു മേഖലയാണത്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ?
ഒന്നുമല്ല, വളരെ കൃത്യവും ആധികാരികവുമാണ്. രാഷ്ട്രപതി ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ ക്ഷണിക്കുക, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ, അത് കഴിഞ്ഞാൽ പിന്നെ മുന്നണി സംവിധാനത്തെ. തീർത്തും ശരിയാണല്ലോ. BJP-യേക്കാൾ സീറ്റുകൾ കോൺഗ്രസിന് കൂടുതൽ കിട്ടണം. CPI-ക്ക് കിട്ടുമോ, CPM-ന് കിട്ടുമോ, ഇടതുപക്ഷത്തിന് കിട്ടുമോ? കിട്ടില്ലല്ലോ. കിട്ടാത്തതായിട്ടുള്ള സാഹചര്യം വന്നുകൊണ്ട് ഇടതുപക്ഷം ഒരു ഭാഗത്ത്, സാധ്യതയുള്ളതായിരിക്കുന്ന കോൺഗ്രസ് ഒരു ഭാഗത്ത്. സ്വാഭാവികമായി ചോദിക്കുന്നു, ഉത്തരേന്ത്യയിൽ ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അവിടെ സ്വാഭാവികമായി ഉത്തരേന്ത്യയുടെ ഒരു പരിഗണന വരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് എല്ലാ സന്ദർഭങ്ങളിലും അവരുടെ സംസ്കാരം, അവരുടെ രീതി, അവരുടേതായിരിക്കുന്ന മുന്നോട്ടുള്ള പ്രയാണങ്ങൾ, അതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള നിലനിൽപ്പിന്റെ ഒരു അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയുടെ ഒരു അംഗീകാരം കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി പ്രകടനപരമായി ഏറ്റെടുക്കുക എന്നുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഇതിന്റെ പുറകിൽ. ഒന്ന് നിങ്ങൾ ആലോചിക്കണം, കർണാടകയുമായി ചേർന്ന് നിൽക്കുന്ന മണ്ഡലമാണ് വയനാട്, തമിഴ്നാടുമായി ചേർന്ന് നിൽക്കുന്ന മണ്ഡലമാണ് വയനാട്, കേരളത്തിന്റെ 20-ൽ 1 വയനാട്. ഒരു ട്രയാങ്കിൾ അന്തരീക്ഷമാണ് വയനാട് പാർലമെന്റിനുള്ളത്. സ്വാഭാവികമായി വയനാടിന്റെ ആ മത്സരം സ്വാഭാവികമായി തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും അതിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനം കൂടുതൽ പ്രകടമാക്കും എന്ന് വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ അതിന്റെ കാറ്റ് ആന്ധ്രയിലേക്കും തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ഒക്കെ അടിച്ച് അവിടെ എല്ലാം കോൺഗ്രസ് വിജയിക്കുവാനും പ്രതിപക്ഷ കക്ഷികൾ വിജയിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. തമിഴ്നാട്ടിൽ CPI-യും CPM-ഉം ചേർന്നിരിക്കുന്നത് കോൺഗ്രസ് മുന്നണിയിലല്ല, DMK നയിക്കുന്ന മുന്നണിയാണ്. അതിൽ ഞങ്ങൾ രണ്ടുപേരും 2 സീറ്റാണ് മത്സരിക്കുന്നതെങ്കിൽ, 4 സീറ്റാണ് മത്സരിക്കുന്നതെങ്കിൽ ഇമ്മിണി വലിയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മാത്രമേ ഉള്ളൂ, 9 സീറ്റാണ് മത്സരിക്കുന്നത്. ആ മുന്നണിയുടെ നേതൃത്വം എന്ന് പറയുന്നത് DMK-ക്കാണ്. ഇടതുപക്ഷം വളരെ അവകാശപ്പെടാൻ ഒന്നുമില്ലെന്നാണോ? ഒന്നുമില്ല. വയനാട്ടിൽ ഇടതുപക്ഷത്തിനെതിരാണ്, വയനാട്ടിലെ ഇടതുപക്ഷത്തിന് എതിരാണ് സിദ്ദിഖും രാഹുൽ ഗാന്ധിയും എങ്കിൽ കോയമ്പത്തൂരിൽ ചെല്ലുമ്പോൾ ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് ചോദിക്കേണ്ട നിലപാടാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്. അല്ല, അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ, CPM-നെതിരെ ഒന്നും പറയാൻ ഞാനില്ല എന്ന് രാഹുൽ ഗാന്ധി പരസ്യപ്രസ്താവന നടത്തി. എന്നാൽ അതിൻ്റെ ആനുകൂല്യം ഞങ്ങൾക്ക് വേണ്ടെന്ന് പിണറായി വിജയൻ തിരിച്ചടിക്കുകയും ചെയ്തു. അപ്പോൾ കേരളത്തിലെ CPM-നോട് ഇടതുപക്ഷത്തോടും ഒരു അനുകൂലമായ നിലപാട് മാനസികമായി രാഹുൽ ഗാന്ധിക്ക് ഉണ്ടെന്ന് തോന്നലായിരുന്നു ആ പരസ്യ പ്രസ്താവനയിലൂടെ വന്നത്. ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെ അങ്ങനെ ഒരു അനുകൂലമായ നിലപാട് നിങ്ങൾക്ക് ഗുണകരമാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇടതുപക്ഷങ്ങൾ കേരളത്തിൽ? ഞങ്ങൾക്ക് അങ്ങനെ ആരുടെയും അനുകൂലമായ നിലപാട് വേണ്ട. UDF-ന് എതിരായിട്ടാണ് കേരളത്തിൽ LDF മത്സരിക്കുന്നത്. കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി 20 UDF സ്ഥാനാർത്ഥികളിൽ ഒരാൾ മാത്രമാണ്. അദ്ദേഹത്തെ ഞങ്ങൾ എതിർക്കുകയാണ്, ഞങ്ങൾ എതിർത്ത് മത്സരിക്കുകയാണ്. ഇവിടെ ഈ വയനാട്ടിൽ ഞങ്ങൾ വിജയിക്കുകയും ചെയ്യും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ ദേശീയ നേതാവ് വന്ന് വയനാട് പോലൊരു സ്ഥലത്ത് മത്സരിക്കുമ്പോൾ CPI-യുടെ സ്ഥാനാർത്ഥിയാണല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചെടുക്കാൻ എന്ത് മുൻകരുതലുകളാണ് നിങ്ങൾക്കുള്ളത്? ഇപ്പോൾ ഞങ്ങൾ ജനങ്ങളിലേക്ക് പോകും. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ആഴ്ച ഇവിടെ നോമിനേഷൻ കൊടുക്കാൻ വന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇനി എത്ര ദിവസം വരും? ഞങ്ങൾ 1 മാസമായിട്ട് ഈ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് ഗ്രാസ് റൂട്ട് ലെവലിൽ പോയി തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 23-ാം തീയതി വരെ നിയമം അനുസരിക്കുന്നത് പോലെ ആ പ്രവർത്തനം ഞങ്ങൾ നടത്തും. ഓക്കെ ഒരു മിനിറ്റ് സിദ്ദീഖ്, താങ്കൾ കരുതുന്നത് പോലെ എല്ലാവരും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ CPI-യുടെ സ്ഥാനാർത്ഥി വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ശത്രുപാളയത്തിൽ വരും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി വല്ലപ്പോഴും വന്നു പോകുന്നൊരു സ്ഥാനാർത്ഥിയായി മാറാനുള്ള എല്ലാ സാഹചര്യവും, അതായത് ദേശീയ തലത്തിൽ അദ്ദേഹത്തിൻ്റെ തിരക്ക് നമുക്ക് മനസ്സിലാകും. ഈ സമയത്ത് ഇടതുപക്ഷത്തിന് കുറച്ച് പേരുള്ള ഒരു സ്ഥലം കൂടിയാണല്ലോ അത്, ഇപ്പോൾ UDF മണ്ഡലമാണെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷ കക്ഷികൾ അതിശക്തമായി പൊരുതുകയാണെങ്കിൽ അവിടെ രാഹുൽ ഗാന്ധി പരാജയപ്പെടാനോ മറ്റോ സാധ്യതയുണ്ടോ? ഒരു പൊരുതലുമില്ല. ഞാൻ അതിൻ്റെ മറുപടിയിലേക്ക് വരാം. നേരത്തെ ബഹുമാന്യനായ കാനം അത് വേറെ രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി.
നിങ്ങൾ മധുരയിലും കോയമ്പത്തൂരും നിങ്ങൾ മത്സരിക്കുന്നിടത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചുകൊണ്ടുള്ള വലിയ കൂറ്റൻ ഫ്ലക്സും കട്ടൗട്ടറുമാണ്. അവിടെയാ പ്രശ്നം. ഞാൻ പറയുന്നതാ പ്രശ്നമല്ല. ഇവിടെ നിങ്ങൾ രാഹുൽ ഗാന്ധി എതിർക്കുമ്പോൾ ഞങ്ങൾ ഒരു CPM-ന്റെ ഒരു നേതാക്കന്മാരുടെ പടം വെച്ചല്ല ഞങ്ങൾ വോട്ട് പിടിക്കുന്നത്. ഞങ്ങളുടെ 9 ഇടത്ത് നിങ്ങൾ മത്സരിക്കുന്നിടത്ത് നിങ്ങൾ വോട്ട് പിടിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചുകൊണ്ടാണ്, കട്ടൗട്ടർ വെച്ചുകൊണ്ടാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കന്മാരുടെ പടം നിങ്ങളുടെ ആശയം രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് വോട്ട് പിടിക്കുന്ന പാർട്ടിയുടെ ആളാണോ? അതാണ് പറഞ്ഞത്. നമ്മൾ കണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ എല്ലാ ചർച്ചയിലും നമ്മൾ കണ്ടല്ലോ, എല്ലാ ചർച്ചയിലും കണ്ടല്ലോ. ഇവിടെ ഞാൻ എന്റെ കയ്യിലുണ്ട്, ഞാൻ കാണിച്ചു തരാം പ്രിയപ്പെട്ട കാനം. നിങ്ങൾ വെറുതെ എന്തെങ്കിലും പറയുന്നത് സീരിയസ് ആയി ചർച്ചയിൽ. തമിഴ്നാട്ടിൽ ഒരു മുന്നണി, നേതൃത്വം നൽകുന്ന മുന്നണിയാ, DMK നേതൃത്വം നൽകുന്ന മുന്നണിയാ. അവിടെ 9 സീറ്റ് മത്സരിക്കുന്നുണ്ട് കോൺഗ്രസ്. അത് കോൺഗ്രസിന്റെ മുന്നണിയിൽ CPI-യോ CPM-ഓ അംഗമായതല്ല. ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ എന്നുള്ള നിലയിൽ പരമാവധി ഐക്യം വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ മുന്നണിയിൽ അംഗമായിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ കേരളത്തിൽ ഇടതുപക്ഷത്തെ തൊടാൻ പാടില്ല എന്ന അഭിപ്രായമുള്ള രാജീവ് ഗാന്ധി കോയമ്പത്തൂരിലും മധുരയിലും തിരുപ്പൂരിലും അതേപോലെ തന്നെ അതുപോലെ ആ നിയോജക മണ്ഡലങ്ങളിലൊക്കെ പോയാൽ, നാഗപട്ടണത്തും ഒക്കെ പോയാൽ ഇടതുപക്ഷം കൊള്ളാം എന്ന് പറയുകയാണ് എന്ന് സിദ്ദിഖ് മറന്നു പോകരുത്. ഓക്കെ മറുപടി പറഞ്ഞോളൂ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് പ്രിയപ്പെട്ട കാനം മറുപടി പറഞ്ഞില്ല. രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇടതുപക്ഷം മത്സരിക്കുന്ന 4 ഇടത്തും നിങ്ങളുടെ പ്രചരണ പരിപാടികൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. ഒരു സെക്കൻഡ് മറുപടി പറയാത്ത കാര്യം, നിങ്ങൾ 4 സ്ഥലങ്ങളിൽ ഇടതുപക്ഷം മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ടാണെന്നാണ് സിദ്ദിഖ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിനാണ് അങ്ങ് മറുപടി പറഞ്ഞില്ല എന്ന് സിദ്ദിഖിന്റെ ആക്ഷേപം. DMK മുന്നണി അവിടെ എന്ത് ഹോർഡിങ് വെച്ചിട്ടുണ്ട്, എന്ത് ഫ്ലക്സ് അടിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. അതെ, അപ്പൊ മനസ്സിലായല്ലോ, കാര്യം മനസ്സിലായല്ലോ. ഇപ്പൊ വളരെ കൃത്യമായി. അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞു കയറി സ്ലിപ്പ് ചെയ്യുന്നതാണെന്നുള്ള മനസ്സിലായി. അപ്പൊ അതാണ് പറയുന്നത്, ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ബോധത്തോട് കൂടിയിട്ടുള്ള ഓരോ സ്റ്റേറ്റിലെയും നിലപാട് ഇവർ എടുക്കുന്നത്. ഞാൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദേശീയ രാഷ്ട്രീയത്തിൽ CPM-നേക്കാൾ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന സമീപനം സ്വീകരിച്ച പാർട്ടിയാണ് CPI. എനിക്കതിന് എതിരെ അഭിപ്രായമില്ല. പക്ഷെ CPM സ്വീകരിക്കുന്ന നിലപാട് അതിനേക്കാൾ ഭയാനകമാണ്. അവർ പാർട്ടിക്കകത്തും പാർട്ടിയുടെ എല്ലാ ബോഡികളിലും കോൺഗ്രസിനെതിരായി വോട്ട് ചെയ്യുന്ന സമീപനം സ്വീകരിക്കുന്ന നേതൃത്വമുള്ള പാർട്ടിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വം. ഒരു സെക്കൻഡ് ശ്രീ കാനം, നമ്മൾ താങ്കൾക്കും പ്രേക്ഷകർക്കും അറിയുന്നത് പോലെ ഇത് ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം ഉപയോഗിച്ച് കോഴിക്കോട്ടും തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തുമുള്ള 2 രാഷ്ട്രീയ നേതാക്കന്മാരെ കൊച്ചിയിലെ കാക്കനാട്ടുള്ള ഞങ്ങളുടെ വിർച്വൽ സ്റ്റുഡിയോയിൽ എൻ്റെ ഇടത്തും വലത്തും നിർത്തി ഞാൻ സംസാരിക്കുകയാണ്. ശ്രീ കാനം, നമ്മൾ ഇതിൻ്റെ അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ്. ശ്രീ കാനം, ഒരു ചോദ്യം കൂടി. അതായത് നിങ്ങളടങ്ങുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കേരളത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ UDF-നെ പരാജയപ്പെടുത്തണം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് 1-2 വാചകത്തിൽ പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ഞങ്ങൾ ഈ കേരളത്തിൽ ഈ BJP സർക്കാരിൻ്റെ അല്ലെങ്കിൽ NDA സർക്കാരിൻ്റെ നയങ്ങൾക്കൊരു ബദൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ തന്നെ നമ്മുടെ സാമ്പത്തിക നയങ്ങൾക്കോ രാഷ്ട്രീയ നിലപാടുകൾക്കോ ഒരു വ്യത്യസ്തമായ ദിശയിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. 2004 സിദ്ദിഖിൻ്റെ പാർട്ടി, അതിൻ്റെ പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അല്ല, യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. അത്തരമൊരു 62 അംഗങ്ങളുള്ള ഇടതുപക്ഷ പാർട്ടികൾ അത്തരമൊരു പുതിയ ഗവൺമെൻറ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പുതിയ കോമൺ മിനിമം പ്രോഗ്രാം അംഗീകരിച്ചു. ആ കോമൺ മിനിമം പ്രോഗ്രാം അംഗീകരിച്ചുകൊണ്ട് BJP ഒഴിവാക്കാൻ, ആ നയങ്ങൾ നടപ്പിലാക്കാൻ വളരെ പോസിറ്റീവായിട്ടുള്ള രാഷ്ട്രീയ സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിച്ചത്. അല്ലാതെ ഇടതുപക്ഷത്തിന് തൊടാൻ കൊള്ളില്ല എന്ന് കോൺഗ്രസിൻ്റെ അഭിപ്രായം അന്ന് അവർക്കുണ്ടായിരുന്നില്ല.
എന്നാൽ ആ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു എന്നതുകൊണ്ട് അവരുമായിട്ട് തെറ്റി. രണ്ടാം UPA ഗവൺമെൻറ് ആകട്ടെ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ വീണ ഒരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റെ എതിരെയുള്ള ജനകീയ പ്രതിഷേധങ്ങൾ ഉപയോഗിച്ചാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്നത്. 5 വർഷം പൂർത്തിയാകുമ്പോൾ ഇപ്പോൾ അതേപോലെ തന്നെ അഴിമതിയുടെ ചെളിക്കുണ്ടിലേക്ക് നരേന്ദ്രമോദി സർക്കാർ വീണു. അതുകൊണ്ട് ശരിയുടെ മാർഗത്തിൽ സഞ്ചരിക്കാൻ, ജനപക്ഷ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ. 1000 ദിവസക്കാലം കേരളത്തിൽ അധികാരത്തിൽ പൂർത്തിയാക്കിയ LDF ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ അനുഭവങ്ങളും ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഞാൻ പ്രേക്ഷകർക്ക് അറിയും പോലെ ഇതൊരു ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം ഉപയോഗിച്ചാണ് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ നിൽക്കുന്ന കാനം രാജേന്ദ്രൻ എൻ്റെ ഏറ്റവും സമീപത്ത് നിൽക്കുന്നത്. ഇപ്പം ഈ സംവിധാനം എന്തെന്ന്, ഈ പരിപാടി കണ്ട ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി ശ്രീ കാനത്തിന് ഞാൻ തിരിച്ചൊന്ന് തിരുവനന്തപുരത്തെ സ്റ്റുഡിയോയിൽ അയച്ചിട്ട് വീണ്ടും എൻ്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. ശ്രീ കാനം തിരുവനന്തപുരത്തേക്ക്, അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോയി കഴിഞ്ഞു. വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അത് വീണ്ടും എൻ്റെ സൈഡിലേക്ക് വരികയാണ്. ശ്രീ കാനം വന്നു. ശ്രീ സിദ്ദിഖ്, നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് UDF എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കേരളത്തിലെ ജനങ്ങൾ, വളരെ രാഷ്ട്രീയ വിവേകമുള്ള കേരളത്തിലെ ജനങ്ങൾ അധികാരത്തിലേറ്റുകയും ജയിപ്പിക്കുകയും ചെയ്യണം എന്ന് താങ്കൾ വിശ്വസിക്കുന്ന മിനിമം വാക്കുകളിൽ പറഞ്ഞാൽ എന്താണ്, എന്തുകൊണ്ടാണ്? ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഭോപ്പാൽ സന്ദർശിക്കാൻ പോയി 2 പരിപാടികളായിരുന്നു. ആദ്യത്തെ പരിപാടിയിൽ അദ്ദേഹം പ്രസംഗിച്ചു. രണ്ടാമത്തെ പരിപാടിയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഭോപ്പാൽ SP പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോകണം എന്നാവശ്യപ്പെട്ടു. അദ്ദേഹം തിരിച്ചു പോന്നു. ഒരു പ്രതിഷേധം ഉണ്ടായില്ല. അദ്ദേഹം മംഗലാപുരത്ത് പോകാൻ തീരുമാനിച്ചു. മംഗലാപുരത്ത് ഭരിക്കുന്നത് അന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ. അന്ന് മംഗലാപുരത്ത് പോകാൻ തീരുമാനിച്ചപ്പോൾ അവിടെ 12 സംഘടനകൾ യോഗം ചേർന്നുകൊണ്ട് തീരുമാനിച്ചു അവിടെ ഹർത്താൽ പ്രഖ്യാപിച്ച് അദ്ദേഹത്തെ തടയുമെന്ന് പ്രഖ്യാപിച്ചു. 4000 സായുധ പോലീസിന്റെ അകമ്പടിയോടുകൂടി ഹർത്താലിനെ വകവയ്ക്കാതെ സർക്കാരിന്റെ സംവിധാനത്തിൽ പിണറായി വിജയൻ അവിടെ വന്നുകൊണ്ട് പ്രസംഗിച്ചു. ആ പ്രസംഗമാണ്, ഞാൻ ബ്രണ്ണൻ കോളേജിൽ പഠിച്ചയാളാണ്, ഞാൻ കത്തി, കുന്തം, ബോംബ്, കൊടാര ഇതിൻ്റെ മുമ്പിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയയാളാണ്, എന്നെ നിങ്ങൾ വരട്ടാൻ നോക്കണ്ട. ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളം വിട്ടാൽ 4 അക്ഷരം വായ തുറന്ന് ഇടതുപക്ഷ നേതാക്കന്മാർക്ക് സംസാരിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തല്ലാതെ സാധ്യമല്ല. അത് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ പുറത്തു പോയാൽ ഇടതുപക്ഷ നേതാക്കന്മാർക്ക് സംസാരിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ ഒക്കെ പിൻബലം വേണം. ഈ രാജ്യത്തെ അനുഭവങ്ങളാണ്. CPIM-ന്റെ ആസ്ഥാനം ഓഫീസിൽ കയറി അഖിലേന്ത്യാ സെക്രട്ടറി വരെ മർദ്ദിക്കുന്ന സാഹചര്യമാണ് ഇന്ത്യ രാജ്യത്ത്. ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കപ്പെടുന്നില്ല ഈ രാജ്യത്ത് എന്നാണ്. അത് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും അത് സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന വിമർശനമാണ് സിദ്ദിഖ് തന്നെ ഉന്നയിക്കുന്നത്. വരുന്നു ശ്രീ കാനം, സിദ്ദിഖ് കൺക്ലൂഡ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞ സാങ്കത്യം, ഈ രാജ്യത്തുണ്ടായിട്ടുള്ള വലിയ വിപത്തുണ്ട്. ആ വിപത്ത് മനുഷ്യാവകാശ ലംഘനങ്ങളാണ്, ഭരണഘടനാ സ്ഥാപനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, ജനങ്ങൾക്കെതിരായിട്ടുള്ള വെല്ലുവിളിയാണ്, ജനദ്രോഹ നടപടികളാണ്, പറഞ്ഞ വാക്കിനോട് നീതി പുലർത്താൻ സാധിക്കാത്തതായിരിക്കുന്ന നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ജനകീയ രോഷമാണ്. ഒന്നൊരു ഭാഗത്ത്, മറുഭാഗത്തോ കേരളത്തിന് മഹാപ്രളയം സമ്മാനിച്ചു. ഇപ്പൊ പ്രിയപ്പെട്ട കാനം വയനാടിനെ കുറിച്ച് പറഞ്ഞല്ലോ. ബാണാസുര സാഗർ അണക്കെട്ട് ഷട്ടർ തുറന്നപ്പോ ഒരു സിഗ്നൽ പോലും കൊടുക്കാതെ കബനി നദി ഒഴുകിയപ്പോ അവിടെയുള്ള ആയിരക്കണക്കിന് ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പറഞ്ഞയച്ച സർക്കാരാണിത്. ഒരു അലാറം കൊടുക്കാൻ, ഒരു സിഗ്നൽ കൊടുക്കാൻ ഒരു ഗവൺമെന്റ് ഇവിടെ ഇല്ല. ഈ കേരളത്തിൽ ഒരു പുനർനിർമ്മാണമില്ല. കേരളത്തിൽ ജനങ്ങൾ മുഴുവൻ വല്ലാത്ത രോഷകരമായിട്ടുള്ള അവസ്ഥയിലൂടെ പോകുന്നു. ലോ ആൻഡ് ഓർഡർ തകർന്നിരിക്കുന്നു. ഈ കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഈ അവസ്ഥയ്ക്കെതിരായി ഇന്ത്യ രാജ്യത്ത് ഒരു പുതിയതായിരിക്കുന്ന മാറ്റം ഉണ്ടാകണം എന്ന് ജനം ആഗ്രഹിക്കുന്നു. ആ മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. കോൺഗ്രസ് നേതൃത്വത്തിലുള്ളതായിരിക്കുന്ന ഗവൺമെന്റ് കേന്ദ്രത്തിൽ രൂപപ്പെടും. എന്തായാലും വളരെ സന്തോഷം. ആദ്യമായി ഞങ്ങൾ സംഘടിപ്പിച്ച ഇത്തരമൊരു ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനത്തിലുള്ള ബിഗ് ഫൈറ്റ് നിങ്ങൾ രണ്ടുപേരും പങ്കെടുത്തതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. ശ്രീ കാനം രാജേന്ദ്രൻ കൊച്ചി കാക്കാനായിട്ടുള്ള വിർച്വൽ സ്റ്റുഡിയോയിൽ നിന്ന് തലസ്ഥാന നഗരിയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഇനി ശ്രീ സിദ്ദിഖിനെയും ഞാൻ സന്തോഷസമേതം യാത്രയാക്കുന്നു. ശ്രീ സിദ്ദിഖ് മടങ്ങിപ്പോകുന്നു കാലിക്കറ്റിലേക്ക്.
രണ്ടുപേരോടും ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. ഇനി നമ്മൾ 24 റൗണ്ടപ്പിലേക്ക് കടക്കുന്നു. TTS ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം ഉപയോഗിച്ചുള്ള ബിഗ് ഫൈറ്റ് വീണ്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതിലും അത്ഭുതങ്ങൾ വരാനിരിക്കുന്നു. ഇനി 24 റൗണ്ടപ്പ് അല്ല, ഇനി 100 ന്യൂസുമായി പ്രജിൻ ചേരുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് ബൈ. You are watching 24 from News Headquarters, Kochi.